ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. രാവിലെ ചായ തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഞാൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഓക്കെ, ചായ കുടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് തേക്കാനുണ്ട്. ഇപ്പം സാധാരണ രാത്രി തേച്ച് വെക്കുന്നതാണ്. ഇന്നലെ എൻ്റെ മടി കാരണം തേച്ചില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോയി ഡ്രസ്സെല്ലാം ഒന്ന് തേച്ച് വെക്കാം. കണ്ട് നിങ്ങളവിടെ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. കാണാതെ വിളിച്ച് കാണിക്കുന്നിക്കാം. രാത്രിയെ അങ്ങ് തേച്ചിടുവാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. പക്ഷെ ഇന്നലെ എന്തോ വല്ലാത്തൊരു മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ തേച്ചില്ല. കണ്ടോ കണ്ടാ മറന്നു വെക്കട്ടെ. എന്താണ് ഒന്ന് തേക്കട്ടെ, തേച്ചിട്ട് ഞാൻ എടുക്കാം. ഇതെന്താ തേപ്പൊട്ടി അങ്ങ് ചൂടായി പോയി. ഇപ്പം ഒരിക്കലും ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നന്നായിട്ട്. ഈ ബെഡ്ഷീറ്റ് മൊത്തം തേപ്പൊട്ടി ചൂടായി ഞാൻ കുത്തി ഉരുക്കി വെച്ചത് സ്ഥലമാണ്. അപ്പം ഈയിടെ കൊണ്ട് ഞാൻ തേക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കഴിയും. ഇപ്പം കഴിഞ്ഞേന്ന് വയ്ക്കാം. ഞാൻ ഷർട്ടേ തേച്ചില്ല. എന്താ ഇവിടെ കണ്ട, ഇവിടെ പാട് വന്നുണ്ട. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതായിപ്പോയപ്പോൾ തേപ്പൊട്ടിട്ട് കുഴപ്പമായിരിക്കും അല്ലേക്ക അല്ലേ? ദുവാമി സമയം കരിഞ്ഞ എന്താ ഞാൻ നിങ്ങൾക്ക് പുതിയ ഷർട്ട് വാങ്ങിച്ചു തരാൻ പോലെ. അത് കഴിയുമ്പോ നമുക്ക് വേറെ ഷർട്ട് വാങ്ങിക്കാം. അവസാനം എനിക്ക് ഷർട്ട് ഞാൻ കിടക്കണം, മനസ്സിലായോ? എനിക്ക് തേക്കും വേറെ ആളെ വെക്ക്. ദേഷ്യം വരുന്നതിന്റെ സിഗ്നലാ. ആണല്ലോ അവിടെയൊക്കെ പിടിച്ചു വെക്കണ്ട കേട്ടാ. എന്താണ് ഒന്നുമില്ല മേഡം. ഇവിടെ എപ്പോഴും കളിയാക്കുന്നുണ്ടാ? എറണാകുളത്തോണ്ടേ? ആ, ഇന്നത്തെ എക്സാം കൂടെ കഴിയട്ടെ. പറഞ്ഞ ഫ്രണ്ട്സിനോട് ഇന്ന് ലാസ്റ്റത്തെ എക്സാം എന്ന് പറഞ്ഞു. എന്താ ചിരിച്ചേ? സമയം പോയി, പെട്ടെന്ന് വിളിച്ചിട്ട് വാ. സമയം പോയില്ല എന്നാലും. സോറി എന്താ അപ്പ എന്താണ് സുന്ദരിയെ? എനിക്ക് ക്യാമറ പൊക്കി വെച്ചപ്പം ദുവാമീനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങിട്ട് മാറിയിരിപ്പണ്ടേ. ദുവാമി പിണങ്ങിട്ടൊന്നുമില്ല. എന്നാപ്പാ എന്നിട്ട് നോക്കിക്കേ. കണ്ണേക്ക് ഉണ്ടാ പൊട്ട വെച്ചോ. പെട്ടെന്ന് എഴുന്നേക്ക്, നമുക്ക് റെഡിയാവണ്ടേ. അവിടെ ഒരു സ്വിച്ച് ഉണ്ടോ? ഞാൻ കണ്ടു. ഇവിടെ വന്ന് നിക്ക്. കണ്ട, അത് പിന്നെ ആരാ? ദുവാമീനല്ലേ കാണുന്നേ? ആടാ കഴി പെണ്ണേ. ക്യാമറ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തേപ്പ് കിടക്കില്ല. ഞാൻ പെട്ടെന്ന് തേച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് രാവിലെ ഞങ്ങൾ അരി ഇട്ടേക്കാം. പിന്നെ ആ പണി അങ്ങ് കഴിഞ്ഞോ? അരി ഇട്ട് പോവായിരുന്നു. അപ്പൊ ഞങ്ങള് പിരികൊക്കെ എഴുതി സുന്ദരി മോളാട്ടോ. ഉമ്മയെ നോക്ക്. കണ്ണിന് വാലിട്ട് കൊടുക്കാം. കണ്ണെഴുതാറില്ല അങ്ങനെ. വെച്ചപ്പോ ഇടയ്ക്ക് വാലിട്ട് കൊടുക്കും. ലിപ്പിച്ചിക്കൊന്നും ഇടണ്ട ചുണ്ടറിയേ.
എന്ത് പിള്ളേർ റെഡിയാക്കുന്ന വീഡിയോ ആയി. തുണി അലക്കുന്നതും കൂടെ വേണം. അലക്കി തരുമോ? ഞാൻ വൃത്തിക്ക് കെട്ടിയിരുന്നില്ല. ഇപ്പൊ എന്തായിരുന്നു കുഴപ്പം? അത് അവള് കളിച്ച് കുളവാക്കിയതാണ്. മുടി ടൈറ്റ് ചെയ്യാത്തോണ്ട് ഞാൻ കെട്ടി കൊടുക്കുന്ന ഉച്ചക്ക് വരുമ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ടൈറ്റ് ചെയ്യും. എനിക്ക് അത്രയ്ക്കൊക്കെ ടൈറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിച്ചു വിടൂലല്ലോ. ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചേരെ. മരുന്ന് തരാട്ടെ? മരുന്ന് പറ്റുമോ ചെയ്യും? ഞാൻ തരട്ടെ എന്ന് ചോദിക്കാം. എൻ്റെ മോള് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ കൊടുക്കൂ. എൻ്റെ മുഖം ഇഷ്ടമായിട്ടൊരു സാധനം ഞാൻ കൊടുക്കത്തില്ല. അല്ല പെണ്ണ കഴിയിട്ട് ഒരു അടപ്പേ കുറച്ച് ബ്രൗൺ ബ്രൗൺ തന്നെ വേണോ? ഗുഡ് ഗേൾ. വെള്ളം വേണോ? അയ്യോ എഴുന്നേറ്റ്. അപ്പോൾ ഇന്ന് ദുവാമിയുടെ ലാസ്റ്റത്തെ എക്സാം ആണല്ലേ? ഇന്നത്തോണ്ട് എക്സാം തീരും. നിങ്ങൾക്ക് ഇറങ്ങാൻ പോവാം. ഓക്കെ? റൂം എന്താ ശരിയോ? പൊടിമോൾ ഉറങ്ങി. സാധാരണ നമ്മൾ ചായ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പാത്രമൊക്കെ കഴുകി വെക്കുന്നതാണ്. അപ്പം ഇന്ന് സമയം കിട്ടിയില്ല. പിള്ളേർ കുറച്ച് അലമ്പായതുകൊണ്ട് കഴുകാൻ പറ്റില്ല. അപ്പം ഇനി പെട്ടെന്ന് കഴുകി മാറ്റി വെച്ചേക്കാം. ഗവൺമെൻറ് സ്കൂളിൽ പോയി ദിവാഴ്ച ഉറക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാത്രമെല്ലാം പെട്ടെന്ന് കഴുകി മാറ്റാം. കട്ടിലൊന്നും രാവിലെ കുടങ്ങി വിരിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഇപ്പോൾ തയ്ക്കുക ദുവാമിനെ സ്കൂളിലാക്കിയിട്ട് വെള്ളം എടുക്കാൻ പോയേക്കാം. വെള്ളം എടുത്ത് വേസ്റ്റും കളഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് കട്ടിലും കൂടെ കുടങ്ങി വിരിച്ചിട്ടേക്കാം. ഓക്കെ? വെറുതെയാണ് ഇപ്പോൾ വിരിച്ചിടുന്നത്. ഞാനിപ്പോൾ കട്ടിൽ കുടങ്ങി കഴിഞ്ഞ് ദിവാച്ചിനെ ഇങ്ങോട്ട് കയറ്റി വിടുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ കൊള്ളാക്കും. ഈ ഇട കൊണ്ട് അവൾക്കുള്ളൊരു പ്രശ്നമാണ്. മടക്കി വെക്കുന്ന പുതപ്പ് പോയിട്ട് നിവർത്താം. അത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതപ്പി തൊടൂല. പക്ഷെ മടക്കി വെക്കുന്നത് അവൾക്ക് കണ്ണെടുത്ത് കണ്ടുകൊടുക്കും. ഇപ്പം അതാണ് അവസ്ഥ. നിങ്ങൾ തന്നെ പറഞ്ഞത് മനസ്സിലായി. നീ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാണേ. പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടേ നമുക്ക് ദിവസത്തിന് കട്ടിലോട്ട് കയറ്റിയിടാം. അപ്പം അവൾ തന്നെ കാണിച്ചിരും അവളെന്തുവാ കാണിക്കുന്നേന്ന്. ഓക്കെ? ദിവസി വായോ, കട്ടിലെ പോയിരിക്കാം. നമുക്ക് കട്ടിലെ പോയിരിക്കാം. മോള് കട്ടിലെ പോയിരുന്നു. ക്യാമറ കണ്ടു. അപ്പം ഇനി ഞങ്ങൾ ചിലപ്പോൾ അനങ്ങില്ല. അല്ലേ പെണ്ണ? കണ്ടോ ഞാൻ വൈകി എത്തില്ല. കേൾക്കുന്നില്ല. ഇവള് ഭയങ്കര ഉടായിപ്പായി. ഇവള് പണ്ടേ ഇങ്ങനെ ക്യാമറ കണ്ട പിന്നെ ഞങ്ങൾ എന്തുവാണ് ചെയ്യുന്നത് അത് പിന്നെ ചെയ്യൂല. ഓക്കെ? അപ്പോൾ ഇക്കയിപ്പോൾ അപ്പം ഞാൻ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കട്ടെ. കാരണം കഴിച്ചിട്ടിക്കാക്ക് വേറെ എവിടെ പോയിട്ട് വേണം കടയിൽ ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി പൊറോട്ടയും കടലക്കറിയാണ്. ദുവാമിക്ക് പുട്ടായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ശർക്കര ഇപ്പോഴൊന്നും വരും തോന്നില്ല കഴിക്കാനായിട്ട്. വരുന്നില്ലേ? വാ ദേവാ. നിങ്ങളവിടെ കളിക്കും, ഞാനിവിടെ ഇരുന്ന് കഴിക്കാം എന്ന് പറയുന്നു. വായിക്കാ സമയം പോണിക്കാ കടയിൽ പോണെന്ന് പറഞ്ഞിട്ട്. താതേ തിത്തിത്തേ താതേ തിത്തിത്തേ. അയ്യടാ ഞാനും വന്നുണ്ടോ ഡിവാച്ചിക്ക്? ദുവാമിക്ക് നാളെ സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അവള്
ഓണത്തിന് ഇടാൻ വേണ്ടി നമ്മൾ പട്ടാടൊന്നും വാങ്ങിച്ചില്ല, ഒരു ഫ്രോക്കാണ് വാങ്ങിച്ചത്. പട്ടാടയൊക്കെ ഇട്ടും ആദ്യമായിട്ടൊക്കെ സ്കൂളിൽ പോയി ഫുഡൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ അതോർത്ത് നമ്മൾ ഫ്രോക്ക് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊന്ന് ഇട്ട് നോക്കി ഊരിയപ്പോൾ അതിൻ്റെ സിബ് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫ്രോക്ക് മേടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഊരിയപ്പോഴത്തേക്കും അതിൻ്റെ സിബ് പോയി. ഇനിയിപ്പോൾ സിബ് വെക്കാം. എല്ലാ തയ്യക്കടയിലും ഓണത്തിരക്കായതുകൊണ്ട് ഇന്ന് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം കട തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊടുക്കൂ. എന്നാ വൈകുന്നേരത്തോളം കിട്ടണം. ഇന്നലെ കൊടുക്കാൻ പറഞ്ഞല്ലേ, ഇന്ന് കണ്ട പിന്നെ ഇന്ന് കിട്ടിപ്പോയാ. അപ്പൊ എന്ത് ട്യൂഷനൊക്കെ പോണ വീട്ടിലൊക്കെ തേക്കണില്ലേ, അവിടെ കൂടെ ചോദിച്ചു കൊടുക്കും. കഴിക്കും. ഓക്കെ. ഉണ്ടായിരുന്നു. എന്ത് പറ്റിയായിരുന്നു നിനക്ക്? മുള്ളിക്കളൻ എത്ര രൂപ കളയുന്നറിയാവോ ദിവാച്ചി? കണ്ടാ വപ്പിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡർ ചെയ്തോ ഏതെങ്കിലും? ഇനിയിപ്പോൾ അവിടുത്തെ അഡ്രസ്സിൽ ഓർഡർ ചെയ്യും. നമ്മൾ പോകുന്നതിന് മുമ്പ് വരത്തില്ലല്ലോ. അപ്പോൾ അവിടുത്തെ അഡ്രസ്സിൽ ഓർഡർ ചെയ്താൽ മതി. ഇവിടെ അടുത്ത് കസേര ഇരുത്തട്ടെ, ഞാൻ തുണി വിരിച്ചിട്ട് തരാം. അടുത്ത ട്രിപ്പ് കഴിയാൻ ഇട്ടേക്കുക. നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഈ കുരിപ്പ് പോയിട്ട് ഞാൻ മുടക്കിക്കുന്ന ബെഡ്ഷീറ്റ് മൊത്തം കുളമാക്കുമെന്ന്. അപ്പം ക്യാമറ കണ്ടുകൊണ്ട് ഇവിടെ അനങ്ങിയില്ല. ഇപ്പം ക്യാമറ ഇല്ലെന്ന് കണ്ട സമയത്ത് പോയിട്ട് മൊത്തം വലിച്ചൊരിട്ടേക്കുന്ന കണ്ടില്ലേ? ക്യാമറ എടുക്കുന്നത് കണ്ടതും തിരിഞ്ഞു നിന്ന്. അയ്യോ, ഒന്നും അറിയാത്ത പോലെ ഇപ്പോഴേ അടവൊക്കെ പഠിച്ചാ. ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ. പറഞ്ഞേ എൻ്റെ കൈ കാരണം ടാറ്റ കൊടുത്ത് ആക്കിക്കാക്ക്. ടാറ്റ കൊടുത്ത് ടാറ്റ. ഇവിടുന്ന് ഇറങ്ങിയില്ലൂടി, അവിടെ എത്തിയപ്പോൾ കുറേ ടാറ്റ പറഞ്ഞിട്ട് പോകരുത്. നേരത്തെ പോയപ്പോൾ എന്തായിരുന്നു ഇച്ചൊക്കെ ഇവിടെ തൊട്ടി തൊപ്പി? വള്ളംകളിയുടെ അങ്ങനെയല്ലടാ. ഇത് വാക്ക് കൊടുത്തേക്ക്, ഇപ്പം തന്നെ ശരിയാക്കി തരും. അതാരെന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുളിച്ചിട്ട് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനി ഞങ്ങൾ ചോറ് കഴിക്കാം. ഓക്കെ. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് നമ്മൾ വന്ന് അങ്ങനെ ചോറും മീൻകറിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ കൂട്ടി ചോറ് കഴിക്കാൻ പോകും. ദിവാച്ചി ചോറ് കഴിച്ചു. ദുവാമി കഴിച്ചിട്ടില്ല. ബാബാ ദുവാമിക്ക് ചോറ് കൊടുക്കാൻ പോകുന്നു. ഞങ്ങൾ ഇതായപ്പോൾ ഇവിടെ ഇരുന്ന് തത്തമ്മ കൊത്തിപ്പെറുക്കുന്ന കണക്ക് കൊത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കും. കൊത്തിപ്പെണ്ണ് നോക്കാൻ പോവാ. 3-3:30 ആയുള്ളൂ. പക്ഷെ ചായ വെച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചായ വെച്ചിട്ട് വരും. ആ സമയത്തിന് ദിവാച്ചി ബഹളമാണെങ്കിൽ നമുക്കപ്പം തന്നെ ചായ വേണം. അപ്പം ഞാൻ ഇതുപോലെ നേരത്തെ തിളപ്പിച്ച് വെക്കും. അപ്പം തണുത്തിരുന്നോളും. എനിക്കുള്ള ചായ ഞാൻ ഫ്ലാസ്ക് കഴിച്ചു വെക്കും. എനിക്ക് ചൂടോടി വേണം. എന്താ
ചായ തിളച്ചു. കാറ്റാന്നേ ഉടുപ്പൊക്കെ വാ അത്. ആ പോയിട്ട് വാ. ബൈ ബൈ. കാറ്റ് പറയുവാ. 2 ദിവസം തൊട്ട് ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ ഒന്ന് ഒതുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല കേട്ടോ. പിള്ളേർ ഫുൾ അലമ്പായതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടുന്നില്ലായിരുന്നു. നാളെ ദുവാമിക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷന് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ച് പോകണം. അപ്പോൾ പിന്നെ വൃത്തിയാക്കിയേ പറ്റുള്ളൂ. പകൽ എന്താണെങ്കിലും വൃത്തിയാക്കൽ പറ്റൂല കേട്ടോ. ഇപ്പോൾ രാത്രിയിലായപ്പോൾ പിള്ളേർ 2 ഉറങ്ങിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോർ മാത്രം ക്ലീൻ ചെയ്തു. ഡോറിലെ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി ഡോർ ഫുൾ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദിവാച്ച് കൊണ്ടു കേട്ടോ. ബാക്കി നമുക്ക് നാളെ വൃത്തിയാക്കാം. അപ്പോൾ ഇക്കതാ ഇപ്പം ജോലി കഴിഞ്ഞ് വരും കേട്ടോ. വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാനും നോക്കി നിൽക്കുകയാണ്. ആ കവറിൽ എന്തോ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയിരുന്നതാ. കവറിൽ എന്തോ ഉണ്ടല്ലോ. ആ അങ്ങനെ ഇക്ക് ജോലി കഴിഞ്ഞ് വന്നു. എനിക്ക് എല്ലാ ദിവസം വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കിറ്റ് കൊണ്ടുവരും. എനിക്ക് ചോദിക്കുന്നത് നിൽക്കാനേ കത്ത് നിൽക്കുന്നതാണ്, അതാ കിറ്റ് നോക്കി നിൽക്കുന്നതാണെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പം ഇന്ന് കിറ്റിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്കിന്ന് രാത്രി കഴിക്കാൻ വേണ്ടി ചോറും മീൻകറി ആയിരുന്നേ. അപ്പോൾ എനിക്ക് എന്തോ പൊറോട്ട ചിക്കൻ ഫ്രൈ മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അത് സ്ഥിരമുള്ള ഐസ്ക്രീമും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ മറക്കിടാൻ തുടങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് മറക്കണേ. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നത് ഫ്രണ്ട്സ്.